എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നിയമപരമായിട്ട് ദത്ത് എഴുതി തരുമ്പോ ഇതൊക്കെ ഓർക്കണായിരുന്നു. ആ സമയത്ത് ഞാനൊരു രോഗിയായിരുന്നില്ലേ മോളെ. ദയവ് ചെയ്ത് എന്നെ മരണത്തിന് വിട്ടുകൊടുക്കരുത്. എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണം മോളെ. ഞാൻ പറഞ്ഞില്ലേ, കണ്ണീരിന് മുന്നിൽ അലിയാത്ത കരിങ്കല്ലുണ്ടോ? അവളെയും അവളുടെ അമ്മയും വിറ്റ കാശന്റെ കയ്യിലുണ്ട്. ദത്ത് കൊടുക്കാൻ അറിയാമെങ്കിലേ തിരിച്ചു വാങ്ങിക്കാനും എനിക്കറിയാം. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആമച്ചിച്ച് പുതിയ അടവായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ല. ഇപ്പൊ എന്റെ കാല് പിടിക്കാൻ വന്നേക്കുന്നു. അഡോപ്ഷന്റെ ആ കടലാസ് കോടതി കൊടുക്കരുതെന്ന് അമ്മയോട് പറയണമെന്ന്. അതിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്ന്. ഞാനൊന്നും പറഞ്ഞില്ല. അറിഞ്ഞോണ്ടല്ലെങ്കിലും കുറച്ചു കാലം സ്നേഹിച്ചതല്ലേ. ആ മുഖത്തേക്ക് നോക്കിയപ്പോ ഒന്നും പറയാൻ തോന്നിയില്ല. പക്ഷെ ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു, ഇനി അഥവാ അങ്ങനെ ഒരു കോംപ്രമൈസിന് എന്റെ അമ്മ സമ്മതിച്ചാൽ തന്നെ ഞാൻ സമ്മതിക്കില്ല. നിയമത്തിന്റെ ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും എന്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ലാന്ന്. എന്താ എന്താ താനൊന്നും മിണ്ടാത്ത? എന്നോട് അഭിപ്രായം ചോദിക്കാതെ താനെടുക്കുന്ന ഓരോ തീരുമാനങ്ങളല്ലേ. ഞാനെന്ത് പറയാൻ? ഓഹോ, അങ്ങനെ ഞാനെടുത്ത തീരുമാനം തനിക്ക് ഇഷ്ടപ്പെട്ടു കാണില്ല അല്ലേ? ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്റെ തീരുമാനം ഇതാ.